IFPHന്റെ 2167 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഹോമിയോപ്പതിക്കെതിരെയുള്ള സൈബർ ആക്രമണം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ചർച്ച നടക്കുന്നത്. ഇന്നത്തെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ VK ദേവരാജ്, DHMS, സ്വകാര്യ ചികിത്സകൻ, കൊക്കോതമംഗലം, ചേർത്തല, പ്രസിഡന്റ്, ഫ്രഷ് ഹോമിയോപ്പതി പഠന ഗ്രൂപ്പ്, ISKയുടെ യൂണിറ്റ് ആക്ടിവിറ്റീസ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ട്രസ്റ്റ് ബോർഡ് അംഗം, ഫാക്കൽറ്റി സെൽ മെമ്പർ എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. 33 വർഷത്തെ ചികിത്സ അനുഭവം. ഹോമിയോപ്പതിക്കെതിരെയുള്ള സൈബർ ആക്രമണം എന്ന ചർച്ചയിൽ ആമുഖമായി സംസാരിക്കുന്നതിന് VK ദേവരാജ് ഡോക്ടറെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയുടെ തുടർച്ചയാണ്. അന്നത്തെ ചർച്ചയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറയാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം വളരെ സമയപരിമിതി ഉണ്ടായിരുന്നു. പിന്നെ ആ ചർച്ചയുടെ പൊതുവായ ധാരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചെറിയ സമയം കൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആൾക്കാർക്കിടയിൽ ഒരു കൃത്യമായ ആശയം എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാണ് ചെറിയ സമയം കൊണ്ട് പറയാതെ പിന്മാറിയത്. പിന്നെ ഒരു സെക്കൻഡ് ഇതൊക്കെ പരസ്യം. പ്രധാനമായിട്ടും നമ്മൾ ഈ ഹോമിയോപ്പതിക്കെതിരായ സൈബർ ആക്രമണം നമ്മൾ ഇത്ര ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം വളരെ രൂക്ഷമായ ആക്രമണമാണ് ഹോമിയോപ്പതിക്കെതിരെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, പരിഹാരം എന്താണ്, ഇതായിരിക്കുമല്ലോ ചർച്ച നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കാരണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പ്രധാനമായതിൻ്റെ മൂലധനം തന്നെയാണ്, മൂലധന ശക്തികൾ ഇതിൻ്റെ പിന്നിലുള്ള ലോകത്തിലെ. ഇപ്പോൾ ഞാൻ എൻ്റെ മോനുമായിട്ട് സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞ അഭിപ്രായം, അവരുടെ അഭിപ്രായം അറിയണമല്ലോ. ലോകത്തിലെ 5 കോടീശ്വരന്മാരെടുത്തു കഴിഞ്ഞാൽ അതിലൊന്നിൽ സൺഫാർമയുടെ CEO ഉണ്ടാകും. അപ്പോൾ ലോകത്തിലെ 20 കോടീശ്വരന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അതായത് 5ഓളം എങ്കിലും മെഡിസിൻ കമ്പനിക്കാരായിരിക്കും. പിന്നെ അപ്പോൾ ഇത് ഹോമിയോപ്പതി കമ്പനികളെ എടുത്തു കഴിഞ്ഞാൽ 10,000-ൽ 1 പോലും വരുന്നില്ല എന്നാണ് എൻ്റെ മോൻ പറഞ്ഞു. അപ്പോൾ 10,000-ൽ 1 പോലും വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക സോഴ്സും ശക്തി മനസ്സിലാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാമ്പത്തിക ശക്തി തന്നെയാണ്, ഈ സാമ്പത്തിക അടിത്തറ തന്നെയാണ് ഇവരെ നമ്മൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിനെതിരെ ഒരു കാരണമാകുന്നത്. അതിന് പ്രധാന കാരണം അഫോർഡബിലിറ്റിയാണ്. നമ്മുടെ മെഡിസിൻ വളരെ ഇവരുമായിട്ട് നോക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചിലവ് കുറവാണ്. ഈ ചിലവ് കുറവും അവരെ നന്നായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു മെഡിസിൻ മറ്റൊരു സിസ്റ്റത്തിലും ഇല്ല, ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൻകിടക്കാരെ ഇത് കച്ചവടമാക്കി കൊണ്ട് നടക്കുന്നവരെ ഇത് വ്യാകുലരാക്കുന്നുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ഏജന്റുമാരെ വെച്ചോ അല്ലെങ്കിൽ നേരിട്ടോ ഹോമിയോപ്പതിയെ ആക്രമിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് നടക്കുന്നത്. ഇത് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത്രയും മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്രയും ആക്രമണം നടക്കുന്നില്ല. കാരണം കേരളത്തിൽ ഹോമിയോ വളരെയധികം പ്രചാരത്തിൽ എത്തിയിട്ടുണ്ട്, കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിശ്വാസം അല്ല എന്ന് പറയുമായിരിക്കും. വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കൂടുതൽ ജനങ്ങൾ ആകർഷകരാകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഹോമിയോപ്പതിയുടെ ഭാവി വളരെ സുരക്ഷിതമാണ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ച പോയത്. 10 വർഷം കഴിഞ്ഞാൽ ഹോമിയോപ്പതി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ വരെ ഉള്ള കടന്ന ആത്മവിശ്വാസങ്ങളൊക്കെ ചില ഒരു ആശയമായിട്ട് മുന്നോട്ട് വെച്ചു. അത് നമുക്കൊരിക്കലും അത്തരം ആത്മവിശ്വാസങ്ങൾ നമ്മൾ തകർക്കത്തേ ഉള്ളൂ. കാരണം ഈ ഹോമിയോപ്പതി ഇതിനേക്കാൾ ശക്തമായിരുന്ന കാലത്ത്, ഹാനുമാന് ശേഷമുള്ള കാലത്ത് ഇതിനേക്കാൾ ശക്തമായിരുന്നു. അമേരിക്കയിൽ 23 മെഡിക്കൽ കോളേജുകൾ ഹോമിയോപ്പതിക്ക് ഉണ്ടായിരുന്നു. 5,000 ഇൻമേഴ്സ് ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. 3,000 ഇൻമേഴ്സ് ഉള്ള കുട്ടികളുടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ അത്രയൊന്നും വളർച്ച ഇന്ന് ഹോമിയോപ്പതിക്ക് ഇല്ല. അന്നും ഹോമിയോപ്പതിയും ഇവർ തമ്മിലുള്ള ഒരു ഡ്രഗ് ഉണ്ടായപ്പോൾ, ഒരു
വടംവലി ഉണ്ടായപ്പോൾ വിജയം മറ്റവർക്കാണ് കിട്ടിയത്. കാരണം മൂലധന ശക്തികളും ഇതെല്ലാം അവരുടെ കയ്യിലാണ്. അതിന് ചിലർ പറയുന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാക്കുന്നത് മൊത്തം അലോപ്പതിക്കാരായതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യത ഹോമിയോപ്പതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ഇതിലാണെങ്കിലും പണ്ടാണെങ്കിലും അങ്ങനെ ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വാദമുഖങ്ങളായിട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ചെലവ് കുറവ് അവരെ ശരിക്കും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ വൻകിട ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട് 18 കോടിയാണ് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായിട്ട് ഇത് ടാർഗറ്റ് കൊട്ടേഷൻ ആണല്ലോ, കൊട്ടേഷൻ ഇട്ടിരിക്കുന്നത്. ഈ 18 കോടി എന്നൊക്കെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മുടക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവര് മറ്റൊരു സാധ്യതകൾ തേടും. അത് തേടാതിരിക്കണമെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹോമിയോപ്പതി പോലുള്ള ശാസ്ത്രമാണ്. അപ്പൊ അത് അതിനെ തടയുക എന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം 34 മെഡിക്കൽ കോളേജ് ഉണ്ട് കേരളത്തെ അലോപ്പതിയിൽ. ഈ 34 നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മറ്റ് സംസ്ഥാനത്ത് പോയി പഠിക്കുന്നവർ, മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നവർ, നമ്മൾക്കറിയാം യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പോൾ എത്ര പേരാ തിരിച്ചു വന്നത്. എൻ്റെ ഒരു ബന്ധുവും അവിടെ 2 വർഷം പൂർത്തിയാക്കിയതായിരുന്നു തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഇവരൊക്കെ കൂടി വന്നപ്പോൾ കേരളത്തിൽ ഇതിന്റെ ഈ സാച്ചുറേഷൻ ഭയങ്കര കൂടിപ്പോയി. ഇന്ന് കേരളത്തിലെ MBBS ഡോക്ടർമാർക്ക് വളരെ ചെറിയ ശമ്പളമാണ് കിട്ടുന്നത്. വളരെ MBBS മാത്രമുള്ള ഡോക്ടർമാർക്ക് വെറും തുച്ഛമായ ശമ്പളം, നൈറ്റ് ഡ്യൂട്ടിയാണ് പലപ്പോഴും കിട്ടുന്നത്. ഇത് അവരെ നിരാശരാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സൈബർ ആക്രമണത്തിന്റെ കൂടുതൽ കുറച്ച് പ്രാക്ടീസ് ഉള്ള കുറച്ച് പ്രായമുള്ള ഡോക്ടർമാരുണ്ടെങ്കിൽ കൂടുതൽ ഈ കുട്ടികളാണ്. അവർക്ക് ഇന്റർനെറ്റിൽ സമയം ചെലവഴിക്കാൻ ഒരുപാടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് അനസ്തീഷ്യ കൊടുത്തപ്പോൾ ഇപ്പം നമ്മളിങ്ങനെ ഈ കർമ്മണി പ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പേര് പറയുന്ന ഒരു കുഴപ്പമില്ല, പത്രത്തിലൊക്കെ വന്നാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പേര് പറയാതെ നമ്മളിങ്ങനെ ഏതോ ഒരു ഹോസ്പിറ്റൽ എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമല്ല. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അനസ്തേഷ്യസിനെ കുറ്റം പറയുന്നുണ്ട്. ഞങ്ങൾ അനസ്തേഷ്യസിന് കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? വെറും 50,000 രൂപയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു സ്പെഷ്യലിസ്റ്റിന്. അതേസമയം ഈ സർജൻ എത്രയാണ് കിട്ടുന്നത്? അയാൾക്ക് ലക്ഷങ്ങളാണ് കിട്ടുന്നത്. തെറി മുഴുവൻ മേടിക്കേണ്ടത് ഞങ്ങൾ. അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഈ രോഗികള് അത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിട്ടാൽ മതിയായിരുന്നു. ഒരു വീണ് ചുണ്ടിനുണ്ടായ മുറിവ്. പക്ഷെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് സർജറി ആക്കി മാറ്റണം. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ട് അയാൾ ജോലി രാജിവെക്കാണെന്നതിൻ്റെയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും ഈ പോസ്റ്റ്. അപ്പോൾ ഞാൻ രാജിവെക്കുകയാണ്. കാരണം ഇതാണ്. കാരണം ഈ തെറി മുഴുവൻ മേടിക്കുകയും ചെയ്യണം, ശമ്പളം ഒട്ടും ഇല്ലതാണ്. ജനങ്ങളുടെ ഇടി, ജനങ്ങൾ ആദ്യം കയറി അടിക്കുന്ന, കാരണം സർജനൊന്നും കാണത്തില്ല, ആദ്യം കയറി അടിക്കുന്ന അവിടെ എമർജൻസി മെഡിസിൻ നോക്കുന്ന ആൾക്കാരെയാണ്. ഇവര് രാപകല് ഡ്യൂട്ടിയും ചെയ്യണം. ഈ വരുന്ന കേസുകളൊക്കെ എമർജൻസി ആക്കി മാറ്റുകയും വേണം. എമർജൻസി അല്ലെങ്കിൽ എമർജൻസി ആക്കി മാറ്റണം. അപ്പോൾ ഇതൊരു ഘടകമാണ് ഈ നിരാശ. അതായത് അവര് ഒരു സ്വാശ്രയ കോളേജിൽ പഠിച്ചു വരുമ്പോൾ കോടികൾ പഠിച്ചു വന്നിട്ട് 10,000 രൂപ അല്ലെങ്കിൽ വേണ്ട 50,000 കൂട്ടിക്കോ. എൻ്റെ ഒരു പേഷ്യൻ്റ് ബാങ്ക് മാനേജർ പറഞ്ഞത് 35,000 വരെയൊക്കെ കൊടുക്കുന്നുണ്ട് ഡോക്ടറെ, 10,000 അല്ല എന്നാ പറഞ്ഞത്. അത് ശരി, 35,000 കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങിയിരിക്കുന്ന അവർക്ക് സ്വാഭാവികമായിട്ടൊരു നിരാശ ഉണ്ടാകും. ഈ നിരാശയും നമ്മൾക്കെതിരെയുള്ള ആക്രമണത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ സയന്റിഫിസിറ്റിയെ കുറിച്ചുള്ള വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ. അതിന് ഒരു കൃത്യമായ പരിഹാരം അല്ലെങ്കിലും നമ്മൾ ഒരു വളരെ വളരെ നല്ല കാഴ്ചപ്പാടുകളും മുന്നേറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ലോകത്ത്. അത് ഞാൻ പിന്നീട് പറയാം. വളരെ നല്ല സാധ്യത, വളരെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൽ നോബൽ സമ്മാന ജേതാവ് വരെ ഇതിൽ ആ പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് ഒരു തരത്തിൽ അതൊരു ഘടകമാണ്. സയന്റിഫിസിറ്റിയെ എപ്പോഴും ചോദ്യം ചെയ്യുക. ഇത് വെള്ളം ചേർക്കുമ്പോൾ വീര്യം കൂടുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല ഇത് വീര്യം കൂട്ടുക വേണ്ടിയിട്ടാണ് ഈ സാധനത്തിൽ ഡയലൂഷൻ നടത്തുന്നത്. നമ്മളാരും പറഞ്ഞിട്ടില്ല. വീര്യം കൂട്ടാന്നല്ല, പൊട്ടൻസി കൂട്ടാനാണ്. പൊട്ടൻസി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഭാവം എന്നുള്ള അർത്ഥമേ വരുന്നുള്ളൂ, അല്ലാതെ വീര്യം എന്നൊന്നും അർത്ഥം വരുന്നില്ല. അപ്പൊ വീര്യം കൂട്ടാന്ന്, വെള്ളം ഒഴിച്ച് വീര്യം കൂട്ടാന്ന് ഒരു ഹോമിയോപ്പതിക്കാരനും എങ്ങും പറയാറില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല. മിക്ക പോസ്റ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കമന്റ് ഇതാണ്: ഒരു ഗ്ലാസ് റം എടുത്തിട്ട് അതിനകത്ത് 10 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, വീണ്ടും അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ട് 10 ഗ്ലാസ് ഒഴിക്കുക, അപ്പൊ വീര്യം കൂടുമെന്നോ. ഇങ്ങനെ വീര്യം കൂടുമെന്നോ അങ്ങനെ കുടിച്ച് ബോധം കെടാന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. ഹോമിയോപ്പതി അതല്ല.
ഹോമിയോപ്പതി അങ്ങനെ ചെയ്യുന്നുമില്ല. അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം സയൻറ്റിഫിസിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഇതിനെതിരെ വരുന്നത്. അപ്പോൾ ഇനി മറ്റാർക്കെങ്കിലും ഇനി വേറെ ഇതല്ലാത്ത കാരണങ്ങൾ, ഒന്ന് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ സാമ്പത്തികം തന്നെയാണ്, സാമ്പത്തിക അടിത്തറ തന്നെയാണ് ഇതിൻ്റെ കാര്യം. രണ്ടാമത് ഇവരുടെ ഒരു നിരാശയുണ്ട്. മൂന്നാമത് പിന്നെ ഒരു കാര്യം, നാം ഇതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ടത് ആരാണ്? സാധാരണഗതിയിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ട യുവാക്കളാണ്. യുവാക്കൾ കോളേജുകളിൽ പഠിക്കുന്നവർ ആരും ഇതിന് തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ ഈ സയൻറ്റിഫിസിറ്റിയെ കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കാൻ ഒന്നുകിൽ അധ്യാപകർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ ഇവരോട് പറയുന്നില്ല നിങ്ങൾ ഇതിനു വേണ്ടി യുവാക്കളാണ് ഇപ്പോഴും പോരാട്ടത്തിന് ഇറങ്ങുന്നത് ആദ്യം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിജയം കണ്ടിരിക്കുന്ന ഒരു സമയത്തു കൂടിയാണ്. പിന്നെ യുവാക്കളുടെ പോരാട്ടത്തിന് വിജയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് ലോകത്ത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മേഖലയിൽ, ഹോമിയോപ്പതി മേഖലയിൽ യുവാക്കൾ ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ല. അതിന് അവരുടേതായ ന്യായമുണ്ട്. ഞാൻ മോനോട് ചോദിച്ചു, അത് ഞാൻ പിന്നീട് പറയാം. എന്നാലും അങ്ങനെ പ്രതികരിക്കുന്നില്ല. പക്ഷെ അതിന് ഒരു ഘടകം ഈ അധ്യാപകരുടെ ഈ ഇത്തരം കാര്യങ്ങളിൽ, ഇപ്പൊ ഹോമിയോപ്പതിക്കെതിരെ എന്ത് ആക്രമണം വന്നാലും ഞങ്ങൾ സുരക്ഷിതരാണെന്നുള്ള എന്തോ ഒരു ധാരണയിൽ അവരെ പ്രതികരിക്കുന്നില്ല, വിദ്യാർത്ഥികളെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. നീറ്റിനെതിരെ നടന്ന സമരം ആദ്യം പറഞ്ഞു കേട്ടത് ചില എൻട്രൻസ് സെന്ററുകളാണ് ഈ നീറ്റിനെതിരെയുള്ള സമരത്തിന് ആദ്യം വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ പഠിപ്പിച്ചു വിടുന്ന ഒരു കുട്ടിക്ക്, നന്നായി പഠിപ്പിച്ചു വിടുന്ന കുട്ടിക്ക് പരീക്ഷ എഴുതിയാൽ അവന് പാസ്സാകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ തൊഴിലും കൊണ്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇതേ ചിന്ത ഹോമിയോ അധ്യാപകർക്കും വരണം. ഞങ്ങൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾക്ക് അവർക്ക് പ്രാക്ടീസ് ചെയ്ത് വിജയിക്കാനാവില്ലെങ്കിൽ ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുന്നതിൽ എന്ത് കാര്യമെന്ന് അവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത് കൊണ്ടാണ് ഈ കഴിഞ്ഞ സമരങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നു നീറ്റിന്റെ കാര്യത്തിൽ. അത്തരം ഒരു ചിന്ത എന്തോ നമ്മുടെ അധ്യാപകർക്കില്ല. അത്തരമൊരു ശ്രമം കൂടി ആവശ്യമാണ്. ഇനി മറ്റുള്ളവർ പറയാനുള്ളത് പറഞ്ഞിട്ട് ഇനി പരിഹാരത്തിലേക്ക് പിന്നെ പോകാം. പരിഹാരം ഉണ്ടെന്നല്ല, എനിക്ക് തോന്നുന്ന ഒരു സാധ്യതകൾ, പരിഹാരത്തിലേക്കുള്ള സാധ്യതകൾ. നന്ദി ദേവൻ ഡോക്ടർ. ഇനി ഡോക്ടർ പറഞ്ഞതിന് കൂട്ടിച്ചേർക്കുവാനോ എന്തെങ്കിലും അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഡോക്ടർ തുടരാം കേട്ടോ. തുടരാം. നോക്കട്ടെ ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോന്ന്. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സംസാരിച്ചോളൂ. ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഉത്തരവാദിത്വം കൂടിയാണല്ലോ. ഈ പറയുന്നയാൾ കേട്ടിട്ട് അതിൻ്റെ അവരുടെ വേർഷൻ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞതിൽ ഈ കോളേജുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഹോമിയോപ്പതി പ്രശ്നം വെച്ചാൽ, ഏതാണ്ട് കേരളത്തിലാണെങ്കിൽ 10% താഴെയാണ് ആൺകുട്ടികളുള്ളത്. ഇതൊരു ഘടകമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം തൊഴിൽ സെക്യൂരിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ റിസർച്ച് സയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ IFPH തന്നെ കഴിഞ്ഞ ദിവസം സലാഹുദ്ദീൻ സാർ വളരെ ഭംഗിയായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എത്ര പേര് അത് കേട്ടു? അപ്പൊ ഇത്തരം, അതുപോലെ തന്നെ ഈ CCRHന്റെ ഒക്കെ ഒരുപാട് പബ്ലിക്കേഷൻ ഇറങ്ങുന്നുണ്ട്, ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ആരും കാണുന്നില്ല. എല്ലാ കോളേജിലും വർക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം അറിയാത്ത ആരോ ഉത്തരവാദി. അതുപോലെ കഴിഞ്ഞ ദിവസം ഏറ്റവും അത്യാവശ്യം വളരെ നിർണായകമായ ഒരു പരിപാടിയിൽ ഫാർമക്കോ വിജിലൻസ് വെച്ചിരുന്നു. എത്ര പേര് കേട്ടു? ഈ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വരുന്ന പ്രധാനപ്പെട്ട നിയമപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ പൊതുവെ ഒരു തണുത്ത സമീപനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മാറ്റണം, അത് മാറിയേ പറ്റൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം മറ്റുള്ളങ്ങളിൽ ഇല്ല എന്നുള്ളത്, അത് അറിയാമല്ലോ. മലയാളികൾക്ക് എപ്പോഴും ശീലം എന്ന് പറഞ്ഞാൽ സ്വയം നന്നാവുന്നുള്ള, മറ്റേ കുഴിച്ചാടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉത്തർപ്രദേശിലെ കാര്യം, യു പിയിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നാഷണൽ ഹൈവേ ഉണ്ടായിട്ട് അറിയാമല്ലോ, പൊളിഞ്ഞിടക്കും, ഒന്നും ആയിട്ടില്ല. അപ്പൊ അത് മലയാളിയുടെ സ്വഭാവമാണ് ഡോക്ടറെ. സാക്ഷാൽ പരശുരാമനെ ചെന്ന് വെല്ലുവിളിക്കും, അല്ല ശ്രീരാമനെ വെല്ലുവിളിക്കും. ഒറിജിനൽ രാമൻ ആരടാന്ന് പറഞ്ഞ ജില്ലയാണ്. അപ്പൊ ആ മലയാളിയുടെ ഈ കൊണ്ടിരിക്കുന്നത് ചുമ്മാതല്ല, ഈ സ്വഭാവത്തിൽ മനസ്സിലാക്കും യഥാർത്ഥ രാമനെ പരശുരാമൻ വെല്ലുവിളിക്കും. പിന്നെ ഈ അമേരിക്കയിലെ കാര്യം പറഞ്ഞാൽ അവിടെ പറ്റിയത് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ, നമ്മൾ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ആകുന്നില്ല. അതുപോലെ ഈ ആക്സസറി മെഷേഴ്സ് അഡോപ്റ്റ്, ഇതിലൂടെ ഇൻകം ജനറേഷൻ നടക്കുന്നില്ല. ഫാർമസി കമ്പനികൾക്ക് നമ്മളെ കൊണ്ടൊരു ഗുണമുണ്ടെന്ന് അവർക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഒരു തോന്നൽ മാറ്റാൻ നമ്മൾ കൂട്ടായി യത്നിക്കണം. പിന്നെ കേരളത്തിൽ ഡോക്ടർക്ക് അറിയാമല്ലോ, എല്ലാം കൂടെ 10-15 സംഘടനകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പ്രതികരണം ആരും പ്രതികരിക്കാറില്ല. ഇപ്പൊ തന്നെ ഡോക്ടർ മനോജ് വെള്ളനാട് കഴിഞ്ഞ ഇതിൽ എഴുതിയിരുന്നല്ലോ, ഈ കുറെ വളരെ അധിക്ഷേപാർഹമായതിനാണ്. എന്നാൽ ഈ CCRH അടുത്ത NC സർക്കുലർ ഇറക്കിയല്ലോ, ഡിഫാമേഷൻ കേസ് എടുക്കുമെന്ന് പറഞ്ഞു.
എത്ര സംഘടനകൾ അയാൾക്കെതിരെ ഒരു നോട്ടീസ് അയക്കാമെന്നല്ലോ, അല്ല IMA ചൂണ്ടിക്കാണിക്കാമല്ലോ, അല്ലെങ്കിൽ കോടതി കേസ് കൊടുക്കാമല്ലോ. ഒരു 4-5 വർഷം ഡോക്ടർക്ക് ഓർമ്മയുണ്ടാവും, കുറിച്ചിയിൽ ഒരു പെൺകുട്ടി 21-22 വയസ്സുള്ള പെൺകുട്ടിയാണ് അവസാനം അന്നത്തെ IMA പ്രസിഡന്റിനെതിരായിട്ട് പ്രധാനമന്ത്രി കത്തയക്കുകയും അവസാനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടപടി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മുങ്ങുകയും ചെയ്തു, പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പൊ പ്രതികരണം ഉണ്ടെങ്കിൽ തന്നെ നടക്കും. അതിന് ഒന്നാം ചുവടായിട്ട് നമുക്ക് IAPH തന്നെ ഈ പറഞ്ഞ കാര്യം ചെയ്യണം. എൻ്റെ അഭിപ്രായം ഈ പറഞ്ഞ വ്യക്തിക്കെതിരായിട്ട് ഈ വളരെ കഴിഞ്ഞ ദിവസം തന്നെ അധിക്ഷേപാർഹം വരികയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നത്, അത് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വന്നാൽ മാത്രമേ ഹോമിയോപ്പതിക്ക് ഒരു നിലനിൽപ്പുണ്ടുള്ളൂ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്, നമുക്ക് എഡ്യൂക്കേഷൻ മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ ആൾക്കാരെല്ലാം സ്പെഷ്യലിസ്റ്റുകളെ കാണാനാണ് പോകുന്നത്. സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടോ എന്നാണ് ഗവൺമെന്റ് ഡിസ്പെൻസറിൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, എത്രത്തോളം കോഴ്സുകളുണ്ട്, നമ്മൾ വളരെ പിന്നോട്ടാണ്. അപ്പൊ അതൊക്കെ മാറ്റുക, കുറെ കൂടെ പഠിക്കുക, കുറെ കൂടെ സംഘടിക്കുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക ചെയ്യണം. നന്ദി ഡോക്ടർ. നന്ദി മനോജ് ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സമയം കളയാതെ നമുക്ക് അവസാന സമയം തികയുന്നില്ല എന്നൊരവസ്ഥ വരരുത്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. അതുപോലെ ദേവൻ ഡോക്ടറെ ആരും ഹാൻഡ് റൈസ് ചെയ്യാത്ത സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ NCHന്റെ ഒരു ഓർഡർ വന്നു, അതിനുശേഷവും പല ആക്രമണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, സൈബർ ആക്രമണങ്ങൾ. ഇതിന് എന്താണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം? NCHന്റെ ഓർഡർ വന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർമാർക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടാകുക എന്ന് പറയുന്നത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കൗൺസിലും അവരുടെ കൗൺസിലും കൂടി ആലോചിച്ചിട്ട് ആണ് നടപടി സ്വീകരിക്കുക എന്നുള്ള ഒരു കഴിഞ്ഞ ലിവർ ഡോക്ടർക്കെതിരെയുള്ള ഇതിൽ പോലും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് അവരുടെ കൗൺസിലുമായിട്ട് കൂടി ആലോചിക്കുമ്പോൾ അവരുടെ ഒരു ഐക്യബോധം ഒരു ട്രേഡ് യൂണിയൻ ആയിട്ടാണ് പ്രവർത്തിക്കുക. അവരൊരിക്കലും നമ്മൾക്ക് ഇതിലെ ഈ നമ്മുടെ പരാതികളെ, പിന്നെ ഈ പരാതി നമ്മൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ സമൂഹ മാധ്യമത്തിലിട്ട് അലക്കാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ആയാൽ സയൻസ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അപ്പോൾ ഈ ശ്രദ്ധിക്കാത്തവൻ കൂടി ശ്രദ്ധിക്കുക, എങ്ങനെയായാൽ സയൻസ് അല്ല എന്നുള്ളത്. ഇതിനകത്ത് മോളിക്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് സയൻസ് അല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇത്തരത്തിൽ വ്യാഖ്യാനങ്ങളുമായിട്ട് അവർ വരുമെന്ന്. അതേസമയം ഇത് ഡിഫേമേഷൻ എന്ന നിലയിൽ ഒരു യുക്തിവാദിയോ അതല്ലെങ്കിൽ അല്ലാത്ത ഒരാളോ ആണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെങ്കിൽ നമുക്ക് NCH വഴി നടപടി സ്വീകരിക്കാൻ കഴിയും. കാരണം നമുക്കപ്പോൾ വേറെ ഒരു കൗൺസിലിനോടും ചോദിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കൗൺസിലിന് ഡയറക്റ്റ് നടപടി എടുക്കാം. മറ്റത് നടപടി എടുക്കണമെങ്കിൽ അവരുടെ കൗൺസിലുമായിട്ട് കൂടിയാലോചിക്കേണ്ടി വരും. അത് പ്രായോഗികമായിട്ട് നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറയുന്ന കേട്ട്, ഇത് വന്നതുകൊണ്ട് ഈ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്ന കേട്ട് അന്ന് തന്നെ ഞാൻ IAPHന്റെ ഇതിൽ ഞാൻ ഇട്ടിരുന്നു. അന്ന് തന്നെ ഈ മനോജ് വെള്ളനാട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും തുടർച്ചയായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്, പലരും പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ലിവർ ഡോക്ടറും ഒക്കെ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇവര് പലതരത്തിലും പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ പോസ്റ്റുകളൊക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കൗൺസിലിന്റെ അംഗീകാരമുള്ള ഡോക്ടറുടെ രജിസ്ട്രേഷൻ കളയാനുള്ള അധികാരം നമുക്കില്ല. നമ്മുടെ കൗൺസിൽ എങ്ങനെയാണ് മറ്റൊരു കൗൺസിലിന്റെ രജിസ്ട്രേഷനുള്ള ഡോക്ടർ അധികാരം അല്ല അവകാശം, അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള അയാളുടെ എന്തിനെങ്കിലും തടയാനുള്ള ഇത് നമ്മൾക്കില്ല. പിന്നെ ക്രിമിനൽ കേസ് എന്നൊക്കെ പറയുന്നത് അത് കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസുകൾ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യഥാർത്ഥ പ്രശ്നം ആയിരിക്കത്തില്ല അവിടെ ചർച്ചയ്ക്ക് വരിക. ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ തന്നെ അവരുടെ പോസ്റ്റ് ശ്രദ്ധിച്ചാൽ നമ്മൾക്കറിയാം, പലരും പോസ്റ്റിന്റെ ശൈലി മാറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സയൻസ് ആണോ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ? ഞങ്ങൾ നിങ്ങളെ അധിക്ഷേപിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാണോ? ഈ പഞ്ചസാര ഗുളികയ്ക്കകത്ത് വെറുതെ മരുന്ന് തളിച്ചു കൊടുക്കുന്നത് മനുഷ്യരെ പറ്റിക്കലല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്നുള്ള ഈ വക്കീലന്മാർ കോടതി പറയാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ആക്രമണ ശൈലി അവർ കുറച്ചൊക്കെ ഈ ഡോക്ടർമാർ മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ യുക്തിവാദികൾ മാറ്റിയിട്ടില്ല. പക്ഷെ അപ്പം ഇതൊരു NCHന്റെ ഇതുകൊണ്ട് നമ്മൾക്ക് യുക്തിവാദികൾക്കെതിരോ എതിരായിട്ടോ അതല്ലാതെ പൊതുമണ്ഡലത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നമ്മൾക്കെതിരെ ആക്രമണം നടത്തിയാൽ നടപടി സ്വീകരിക്കാൻ പറ്റിയേക്കും എന്നല്ലാതെ അവർക്കെതിരെ നമ്മൾക്ക് നടപടി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കെന്തോ പറയാൻ ചന്ദ്രമോഹൻ ഡോക്ടറാണ് കൈ എത്തിയിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അതുപോലെ ആരെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ചന്ദ്രമോഹൻ ഡോക്ടറെ.
ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. ചന്ദ്രമോഹൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. തനേഷ് ഡോക്ടർ ഒന്ന് കോഹോസ്റ്റ് ആക്കിയാലേ. ഇല്ല, അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടുണ്ട്, പക്ഷെ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ചന്ദ്രമോഹൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി. വുഡ് ലൈക്ക് ടു അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ചോദിക്കുക എസ് കൊടുത്താ ഡോക്ടറെ. ചെയ്യുന്നില്ലല്ലോ. പറയുന്ന കേൾക്കുന്നില്ല ഡോക്ടറെ. പറയുന്നുണ്ടോ? ഇല്ല, മ്യൂട്ടാണ്, അതുകൊണ്ടാണ്. അമ്മ്യൂട്ടാ. ചന്ദ്രമോഹൻ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. കേൾക്കുന്നില്ല. ഡോക്ടർ പറയുന്നത് കേൾക്കുന്നില്ല ഡോക്ടറെ. അബ്രഹാം വൈദ്യൻ ഡോക്ടർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് കേട്ടിട്ട് ഇങ്ങോട്ട് വരാം. ഒന്ന് കോഹോസ്റ്റ് ആക്കിയാലോ ധനേഷ് ഡോക്ടറെ. അബ്രഹാം വൈദ്യൻ ഡോക്ടർ. പറ്റൂ ഡോക്ടറെ. ഹലോ ആ ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഡോക്ടറെ, ഞാൻ ഒബ്സർവ് ചെയ്തപ്പം ഈ ഇവരുടെയൊക്കെ പോസ്റ്റുകൾ, ഇപ്പൊ ഇത് ലിവർ ഡോക്ടറിനെയും മനോജിന്റെയും ഒക്കെ പോസ്റ്റുകളെ കൂടുതലും അഫക്റ്റ് ചെയ്തത് നമ്മുടെ ഡോക്ടർമാർ തന്നെ. ഇവര് ആവശ്യമില്ലാതെ ഇത് പോസ്റ്റിന് ഇത് പ്രാധാന്യം കൊടുത്തിട്ട് സമ്മർദ്ദത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് ഒരുപാട് പേരെ കൊണ്ട് വായിപ്പിക്കുന്നു. വായിക്കുന്നവരെല്ലാവരും കൂടുതൽ പേരും 90% ആൾക്കാരും ഡിസ്കറേജ്ഡ് ആകുകയാണ്. കാര്യം അവര് പറയുന്ന ആധികാരികമാണെന്നും അത്രയും മനസ്സിലാക്കിയിട്ടില്ല, ഉൾക്കൊള്ളിട്ടില്ല, അവർ അത് പറയുന്നത് ശരിയാണെന്നുള്ളൊരു ധാരണ നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. കാര്യം അത്തരം കേസുകൾ പലപ്പോഴും എടുക്കാൻ മടിക്കുന്നുണ്ട്. എനിക്ക് പോലും സംഭവിക്കും. കാര്യം ഞാൻ നല്ലതായിട്ട് കേൾക്കുമ്പോൾ അയാൾ പറയുന്ന ആധികാരികമാണല്ലോ, അയാൾ പറയുന്നത് ഏറ്റവും ഡിസ്റ്റൻസല്ലോ, അപ്പൊ നമ്മൾ ഇത് കാര്യം ചിന്തിക്കാനോ ഒക്കെ മറന്നു പോകുന്നുണ്ട്. ചില കേസുകളൊക്കെ പുതിയ എടുത്തോണ്ടിരുന്ന കേസുകളൊക്കെ ഇപ്പൊ എടുക്കാൻ ഭയക്കുന്നു. അപ്പൊ ഇത് നമ്മളുടെ ആൾക്കാരുടെ ഏറ്റവും കൂടുതലാകും. അതുകൊണ്ട് ഇതിനെ വലിയ ചെവി കൊടുക്കാൻ പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മറുപടി പറയാൻ തക്ക കഴിവുള്ള ആരെങ്കിലൊക്കെ ഇത് കേൾക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ ഇത്തരം പോസ്റ്റുകൾ അവഗണിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. നിർത്തുന്നു. നന്ദി ഇബ്രാഹിം വൈദ്യൻ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് ഫോർവേഡ് ചെയ്യുന്നത് തന്നെ അബദ്ധമാണ്. ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് തന്നെ അബദ്ധമാണ്. അല്ലെങ്കിൽ ഇടുന്ന ആള് അതിനെ ഒന്ന് വിശദീകരിച്ചാൽ ബാക്കിയുള്ളവരെങ്കിലും അത് ഓപ്പൺ ചെയ്യാതിരിക്കുമായിരുന്നു. ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്തോ? ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ആ, പിന്നെ ഈയിടയ്ക്ക് ഞാൻ ISKയുടെ ഒരു ഇതിലും OGHMKയുടെ ഇതിലെല്ലാം പിന്നെ എനിക്ക് ജാഗബാലൻ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മനോജിന്റെ പരാമർശം ലേഖനം എഴുതി പരസ്യം ചെയ്ത് അതിലെന്ന് വെച്ചാൽ ഹോമിയോ ചികിത്സിക്കാന്ന്, ഹോമിയോയിൽ ക്യാൻസർ ചികിത്സിക്കാന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരം വേറെ ഒന്നുമില്ല. കാരണം ഇതിനൊക്കെ ചികിത്സിക്കാന്നുള്ള പിന്നെ ആവശ്യമില്ലാതെ എല്ലാവരും കയറി അവകാശവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യമായിട്ടുള്ള ഇതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് 4-5 ക്യാൻസർ കേസ് സുഖമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും RCS തിരികെ വിട്ട കേസിലാണ് എനിക്ക് സുഖമാക്കാനുള്ള ചാൻസ് കിട്ടിയത്. അത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാര്യം ഇന്നലെ CA ഹൈപ്പോഫാരിങ്സ് അതിന്റെ 2 കേസ് ഉണ്ടായിരുന്നു. CA ലങ്സിന്റെ 3 കേസുണ്ട്. ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഉണ്ട്. CA ലങ്സിന്റെ അതെല്ലാം നല്ല റെസ്പോൺസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിനെല്ലാം വളരെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ വായിച്ചത്. അതിന് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെയുള്ള പ്രതികരിക്കാതെ വിടുന്ന ശീലം എനിക്കില്ല. നന്ദി ഡോക്ടറെ. അതുപോലെ എല്ലാവരും ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു വിജയം കണ്ടെത്താമായിരുന്നു. തീർച്ചയായിട്ടും. പ്രതികരണം ഇല്ലാത്തതാണ് നമ്മൾ ഹോമിയോ ഡോക്ടർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. ഷബീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്.
കേട്ടോ? ശരി. ആ അല്ല, ഇപ്പോഴേ ഈ നമ്മുടെ സെൻട്രൽ കമ്മീഷന്റെ ഇത് വന്നതിന് ശേഷം ഈ യൂട്യൂബേഴ്സ് ബുദ്ധിപൂർവമാണ് ഇപ്പൊ ചോദ്യോത്തര പങ്ക്തി ആക്കിയത്. കാരണം അപ്പൊ ആരെങ്കിലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ പരാതി പോയാൽ, അല്ല, ഞങ്ങൾക്കുള്ള സംശയ ദൂരീകരണത്തിന് വേണ്ടി ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളാണ്, അതിന് അവര് എക്സ്പെർട്ടുകൾ അതിന് മറുപടി തരട്ടെ എന്നുള്ള രീതിയിൽ, അല്ലാതെ വിമർശിച്ചതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ ചോദ്യോത്തര പരിപാടി തുടങ്ങിയിരിക്കുന്നത്. എനിവേ, എന്താണെങ്കിലും ഇതിന്റെ പിന്നില് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നല്ലൊരു ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു ഇത് തന്നെ ഉണ്ട്. ഏതെങ്കിലും ഞാനിതിനൊക്കെ റിയാക്ട് ചെയ്യണം, ഞാനായിട്ട് റിയാക്ട് ചെയ്യാറില്ല, ഞാൻ പല പേഷ്യൻസിനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേ അവര് പറയുന്നത്, അയ്യോ ഡോക്ടറെ നമ്മൾ അതങ്ങോട്ട് ഇട്ടില്ല, എന്തെല്ലാം എവിടെ നിന്നൊക്കെയാണോ എന്തോ അതിന് പ്രതികരണം വരുന്നത്. അപ്പൊ അതിനു വേണ്ടി ആൾക്കാരെ അവര് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അവരുടെ സിസ്റ്റത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കടന്നാക്രമിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അവര് ആളുകളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒന്നും ഇല്ല, നമ്മുടെ സംവിധാനങ്ങൾ ആ രീതിയിലൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതും ഈ പറഞ്ഞ വൻകിട കമ്പനികളുടെ കാശ് പറ്റിക്കൊണ്ടായിരിക്കും അവരൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈസി അല്ല അവരെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നമ്മുടെ സിസ്റ്റത്തിനെയാണ്. കാരണം വളരെ ഈസി ആയിട്ട്, ഇപ്പൊ ആയുർവേദത്തിൽ പോയാൽ തന്നെ നമ്മുടെ പോലെ ട്രീറ്റ്മെന്റ് അത്ര ഈസി അല്ല. വളരെ ഈസി ആയിട്ട് അവർക്ക് അറിയാം അതിന്റെ റിസൾട്ട്. ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ ഈ അസുഖങ്ങൾ, ക്യാൻസർ കുറയുമെന്ന് പറഞ്ഞ ഡോക്ടർക്ക് തന്നെ അറിയാം ക്യാൻസർ കുറയുമെന്ന്. അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ എടുത്തു പറയുന്നത്. അവര് ഭയക്കുന്നത് യഥാർത്ഥത്തിൽ ഹോമിയോപ്പതി സിസ്റ്റത്തിനെയാണ്, വേറെ എല്ലാ സിസ്റ്റങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കടന്നാക്രമിക്കുന്നതും. പിന്നെ എസ്പെഷ്യലി ഇപ്പം ഇന്ത്യയിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഹോമിയോ ഫർഷ് ചെയ്ത്. അപ്പൊ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അതിനു വേണ്ടിയാണ് അവരിങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ തന്നെ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പല പേഷ്യൻസും നമ്മൾ ഹോമിയോയ്ക്ക് അനുകൂലമായിട്ട് ഇടുമ്പോൾ അതിനെതിരെ വരുന്ന കമന്റുകൾ പലതും പേഷ്യൻസ് തന്നെ എനിക്ക് എടുത്തിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കഴിയുന്നതും ഡോക്ടേഴ്സ് റിയാക്ട് ചെയ്യാതെ നമ്മുടെ രോഗികളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. പബ്ലിക്കാണ് അതിന് റിയാക്ട് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മളെപ്പോഴും ഡോക്ടർമാർ ഹോമിയോപ്പതി നല്ലതെന്നല്ലേ പറയും. അതേസമയം പബ്ലിക് പറയുമ്പോഴാണ് അവരുടെ ബെനിഫിഷ്യറീസ് പറയണം. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൈലേജ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ നമ്മളെ കഴിവുള്ള രോഗികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അത് വളരെ ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ല ഡോക്ടർമാരാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത്, ഹോമിയോ ഡോക്ടർമാര്. ഡോക്ടർ അതെല്ലാത്തിലും ഉണ്ടാവും, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ പബ്ലിക് റിയാക്ട് ചെയ്യുന്നതാണ് എവിടെയും എഫക്റ്റീവ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ രോഗികൾ ആത്മാർത്ഥമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്ന രോഗികളുണ്ട്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷെ അവരെ ചെയ്യുമ്പം അവരെ തിരിച്ച് കടന്നാക്രമിക്കുന്ന ഗ്രൂപ്പായിട്ടാണ്, ഒന്നായിട്ട്, ഒരാളായിട്ടല്ല. നമ്മളത് ചെയ്യുന്നത് ഒരാളായിരിക്കും, പക്ഷെ അവര് തിരിച്ച്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവര് വളരെയധികം കാൽക്കുലേറ്റീവ് ആയിട്ട് ഇതിനു വേണ്ടി ഒരു ഇത് വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടി അവർ ചിലപ്പം കാശും വാങ്ങിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്, അതും സംശയിക്കേണ്ടിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ പബ്ലിക്കിനെ കൊണ്ട്, നമ്മളെ ബെനിഫിഷ്യറീസ്, നമ്മളെ മരുന്ന് കഴിച്ച് റിസൾട്ടുള്ള രോഗികളെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഒരു പരിധി വരെ എഫക്റ്റീവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ഷഫീഖ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ പോലെ വൻ ശക്തിയുമായിട്ടാണ് നമുക്ക് പോരാടേണ്ടിയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമുക്ക് ഇനി അഭിപ്രായം പറയാനുണ്ടോ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ഡോക്ടർ ധനേഷ് ഡോക്ടർ അഭിപ്രായം പറയാനുണ്ടോ? ചന്ദ്രമോഹൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ചന്ദ്രമോഹൻ റെഡി. ഡോക്ടർ സംസാരിക്കാമോ? ഡോക്ടർ ഇപ്പോഴാ ശരിയായത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒന്നും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഡോക്ടർ, എൻ്റെ അഭിപ്രായത്തിൽ പബ്ലിക് അവയർനെസ് ഒട്ടുമില്ല നമുക്ക്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, കുറിച്ചി റിസർച്ച് ഹോസ്പിറ്റൽ, സെൻട്രൽ റിസർച്ച് CCRH ഒരു ദിവസം 500 OP ഉണ്ട്.
പലതരം അസുഖങ്ങൾ നല്ല റിസൾട്ടുമുണ്ട്. ഞാൻ പല കേസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിലേക്ക് ഇതിൽ അത് എത്തുന്നില്ല. അതുപോലെ നമുക്ക് അക്കാഡമിക്കലായിട്ട് അലോപ്പതി, ആയുർവേദം, ഹോമിയോയും പഠിച്ചിറങ്ങിയ ഡോക്ടർ ഹരികുമാറിനെ പോലുള്ള ഡോക്ടർ ഈ ചർച്ചയിലൊന്നും പങ്കെടുക്കുന്നില്ല. അദ്ദേഹം എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഹോമിയോപ്പതിയാണ്. അദ്ദേഹം ഒരു റെഫറൽ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ പബ്ലിക് അവയർനെസ് തീരെ ഇല്ല നമുക്ക്. നമ്മൾ പരസ്പരം സംഘടനകൾ മത്സരിച്ച് സെമിനാറുകൾ നടത്തുന്നുണ്ട്, വേണ്ടെന്ന് പറയുന്നില്ല. അത് പോരാ. പബ്ലിക് അവയർനെസ് ഒട്ട് നമുക്കില്ല. നമുക്കെതിരായിട്ട് ഈ തുനിയുന്നവരെ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. അതായത് 200 വർഷം മുമ്പ് പ്രൂവ് ചെയ്ത മെഡിസിൻ ഇപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഇതല്ലേ. അലോപ്പതി 5 വർഷം കഴിഞ്ഞും 10 വർഷം കഴിഞ്ഞും പിന്നെ ഇറക്കിയ പല മരുന്നുകളും അവർ ബാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് പബ്ലിക്കിലേക്ക് അവയർനെസ് പോരാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ISK ഒരു ഡെസ്ക് ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പബ്ലിക്കിന് വേണ്ടി. ഞാൻ അവർ കൊല്ലം മുമ്പ് അത് അപ്ലൈ ചെയ്ത് പൈസയൊക്കെ അടച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം വിളിച്ച് പറഞ്ഞു, എനിക്ക് പലർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത് പബ്ലിക് അവയർനെസ് തീരെ ഇല്ല എന്നുള്ളതാണ്. അതാ ഡോക്ടറെ. നന്ദി ഡോക്ടറെ. നമുക്ക് ഹരികുമാർ ഡോക്ടർ ഉണ്ടല്ലോ. ഹരികുമാർ ഡോക്ടറെ ഉണ്ടായിരുന്നു. ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത് ചന്ദ്രബാബു ഡോക്ടർ കേട്ടില്ല എന്നാണ് വസ്തുത. ഇന്നലെ ഇല്ല, കേട്ടില്ല. ഇന്നലെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. സോറി ഡോക്ടറെ, എനിക്ക് സോറി. ഹരികുമാർ ഡോക്ടറെ അഡ്മിറ്റ് ചെയ്യാമോ? ഹരികുമാർ ഡോക്ടറെ ഇന്നും ഉണ്ട്. ഹരികുമാർ ഡോക്ടറെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? എല്ലാവരും സജീവമായിട്ട് ചർച്ചയിലൊന്ന് പങ്കെടുക്കണം. ഇല്ലെങ്കിൽ ദേവൻ ഡോക്ടറെ തുടരാം. അടുത്ത ആളെ ചെയ്യുന്നത് വരെ ഞാൻ തുടക്കത്തിലാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സാമ്പത്തിക അടിത്തറയാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. കാരണം അപ്പുറത്ത് ഭീഷണമായ രീതിയിലുള്ള സാമ്പത്തിക സാധ്യതകളുള്ള ഒരു ഇത് വെക്കുമ്പോൾ ഇതൊരു ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഒരു ഇതുപോലെയാണ്. പുരാണങ്ങളിലൊക്കെ നമുക്കറിയാം ആരാണ് ദാവീദാണ് ജയിച്ചതെന്നറിയാം. പക്ഷെ ഇവിടെ അങ്ങനെ ജയിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പരിമിതികൾ, പരിമിതി എന്ന് പറയുന്നത് ഇപ്പം ഈ നമ്മുടെ ഫാർമുകളൊന്നും അലോപ്പതി ഫാർമുകളുടെ ഒപ്പം ടേൺ ഓവറൊന്നും എത്തുക എന്ന് പറയുന്നത് ഈ സാധ്യമല്ല. കാരണം ഹോമിയോപ്പതിയുടെ ഒരു തിയറി തന്നെ അങ്ങനെയാണ്. അപ്പൊ അതിന് ഹോമിയോപ്പതി വളരെ ലളിതമായതുകൊണ്ടും ഈ എക്കണോമിക്കൽ ആയതുകൊണ്ടും തന്നെ അത് തന്നെയാണ് അതിൻ്റെ ഒരു മേന്മ. അപ്പൊ അതിനെ നമ്മൾക്ക് മറികടക്കാനായിട്ട് ഒരു കച്ചവട സാധ്യത ഇതിനകത്ത് കൂടുതൽ കണ്ടെത്താൻ പറ്റത്തില്ല. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ ഇത് ഈ സാമ്പത്തികം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഫണ്ടിങ് ഉണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഫണ്ടിങ് ഉണ്ട്. അല്ലാതെ എൻ്റെ മോൻ തന്നെ യുക്തിവാദികൾക്കും ജീവിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്പോൾ അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് ആരോ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഫണ്ട് കൊടുക്കാതെ മോനൊരു കാര്യം പറഞ്ഞു, ഒരു 1000, 2000 അല്ലെങ്കിൽ 5000 ഫോളോവേഴ്സ് ഉള്ളവരുടെ അടുത്ത് സിനിമകൾ ഇറങ്ങുമ്പോൾ സിനിമാക്കാർ ചെല്ലാറുണ്ട്, ഞങ്ങളുടെ സിനിമ നല്ലതാണെന്ന് നിങ്ങൾ എഴുതണം, നിങ്ങൾക്ക് ഒരു ചെറിയ തുക തരും. അപ്പോൾ ഈ കോടികളുടെ കച്ചവടത്തിന് നടത്തുന്ന ഈ കമ്പനികൾ ഇവർക്കൊക്കെ എത്ര പൈസ കൊടുക്കുന്നുണ്ടാവും? ഇവരൊക്കെ ഇങ്ങനെ എഴുതി വിടുന്നതിന് പിന്നിൽ ഇവരുടെ ശാസ്ത്രബോധമൊന്നുമല്ല. ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായ ചിന്താഗതിയാണ്. ഇവിടെ സ്വതന്ത്രമായ ചിന്താഗതിയല്ലല്ലോ. ഇവിടെ കൃത്യമായിട്ട് ഒരു ടാർഗറ്റഡ് ആയിട്ട് കൃത്യമായിട്ട് ഒരു വിഭാഗത്തെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു സാധ്യതയുണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പരീക്ഷിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. അവർ ഓൾറെഡി പറഞ്ഞേക്കുകയാണ് ഇത് അശാസ്ത്രീയമാണ് എന്നവർ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഫണ്ടിങ് ഒരു വലിയ പ്രശ്നമാണ്. ഫണ്ടിങ്ങിന് നമുക്ക് മറികടക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് പിന്നെ നമ്മളുടെ ഇടയിൽ ഉള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അമേരിക്കൻ ഹോമിയോപ്പതിയുടെ കാലഘട്ടം തൊട്ടുണ്ട് തമ്മിലുള്ള തൊഴുത്തിൽ കുത്ത്. അത് നമ്മുടെ ഇടയിൽ ലോകവ്യാപകമായിട്ടും അതുണ്ടാവാം, അത് കേരളത്തിലുമുണ്ട്.
അത് അതും നമ്മൾക്ക്, കാരണം ഇപ്പോൾ ഒരാൾ പ്രതികരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അയാളെ ഒറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മാറി നിന്നിട്ട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഒരു ഡോക്ടറോട് എൻ്റെ ഒരു സുഹൃത്തായ ഒരു ഡോക്ടർ ചോദിച്ചത്, നമ്മൾ അങ്ങനെ ഒന്നും പറയരുത്, കാരണം നമുക്കൊരു അത്യാവശ്യം വന്നാൽ പോകേണ്ടതെന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ പറയുന്ന ഇത് അദ്ദേഹമാണെങ്കിൽ 6 ഫാർമസിസ്റ്റിനെ വെച്ച് ചികിത്സിക്കുന്നു. അത്രയും വലിയൊരു ഡോക്ടറാണ് അദ്ദേഹം. മാറ്റാത്ത രോഗങ്ങളില്ല. മന്ത്രിമാരൊക്കെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയരുത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു പ്രാക്ടീസ് പോലും ഇല്ലാത്തൊരു ഡോക്ടർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഈ വലിയ വർത്തമാനമൊന്നും പറയണ്ട എന്നുള്ള രീതിയിലാണ് ഇതാണ് ഒരു ഹോമിയോപ്പതിക്കാരൻ്റെ ഒരു സമീപനം ഇങ്ങനെയാണ്. കാരണം അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. ആദ്യം നമ്മൾക്ക് ഇപ്പൊ IFBHന്റെ ക്ലാസ്സുകളൊക്കെ കുറച്ച് അല്ലാതുള്ള ക്ലാസ്സുകളൊക്കെ കുറെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ഇതൊരു സയൻസ് ആണോ എന്നുള്ള പോലും ഒരു സംശയം പലർക്കും ഉണ്ട്. കാരണം ഈ അവഗാഡ്രോസ് ലോയും ഒക്കെയാണ് നമ്മൾ +2 വരെയും പഠിക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് അതിൽ നിന്ന് മാറി ഒരു പുതിയ ഇതിലേക്ക് പോകുമ്പോൾ അത് വിശദീകരിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല. പിന്നെ എനിക്ക് പരിഹാരമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഫണ്ടിങ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ ഫണ്ടിങ് ആണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. പിന്നെ കുറെ നിരാശ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവർക്ക് ജോലിക്ക് വേണ്ടത്ര സ്ഥിരതയില്ല, ഉള്ളവർക്ക് ശമ്പളം കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അവരെ സോഷ്യൽ മീഡിയ ജീവികളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ സമയമുണ്ട്, നമ്മൾക്ക് അതേപോലെ പ്രതികരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ അത് പ്രതികരിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥി വിഭാഗത്തോട്ട് ഇറങ്ങുന്നുമില്ല. കാരണം അവർ പറയുന്നത് ഇതിനെ എങ്ങനെ നമ്മൾ മറികടക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ആകെ നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മുടെ ക്ലിനിക്കൽ ഈ കിട്ടിയിട്ടുള്ള തെളിവുകൾ, എവിഡൻസുകൾ പുറത്തു വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അതിന് പോലും ഇപ്പോൾ NCH മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് കേസുകളൊക്കെ എല്ലാം നമ്മൾ അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പൊ അതൊക്കെ നിയമവിരുദ്ധമാണ് എന്നുള്ള തരത്തിൽ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അതും ഒരു പരിമിതി തന്നെയാണ്. അപ്പൊ ഇതില് ഈ പറഞ്ഞ വന്യശക്തികളോട് നമ്മൾ എപ്പോഴും ഏറ്റുമുട്ടുമ്പോൾ ആയുധം കൊണ്ട് നമ്മൾക്ക് അവരെ ജയിക്കാനാവില്ല. മറിച്ച് ഒരു ഗാന്ധിയൻ സമര രീതി, ഇപ്പോൾ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് നമ്മൾ ഉപ്പ് കുറുക്കുകയും കാൽനട ഇതൊക്കെ നടത്തിയിട്ടാണ്, സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ടാണ്, നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടാണ് നമ്മൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഗാന്ധിയൻ സമര രീതി ജനങ്ങൾക്കിടയിലേക്ക് ഇതിനെ കൂടുതൽ വ്യാപകമാക്കാൻ വേണ്ടി ഈ സോഷ്യൽ മീഡിയ നമ്മൾക്ക് അധികം ഉപയോഗിച്ച് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളവർ ഉപയോഗിക്കണമെങ്കിലും അത് അധികം ഉപയോഗിക്കാൻ നമ്മൾക്ക് പരിമിതികളുണ്ട്. NCHന്റെ റെഗുലേഷൻസ് ഉണ്ട്, പിന്നെ അല്ലാതെ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, പൊതുവായിട്ടുള്ള ഒരു മെഡിക്കൽ എത്തിക്സിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ആ എത്തിക്സ് ഒക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ സയന്റിഫിസിറ്റി എന്ന് അവർ പറയുമ്പോൾ അവർ പറയും റീപ്രൊഡ്യൂസിബിലിറ്റി വേണമെന്ന് പറയും, ഇത് വീണ്ടും ആവർത്തിക്കാൻ കഴിയണം എന്നവർ പറയും. അപ്പോൾ അത് നമ്മൾക്ക് വീണ്ടും ആവർത്തിക്കാൻ കഴിഞ്ഞ വിവിധ രണ്ട് വ്യക്തിയിൽ ക്യാൻസർ വരുമ്പോൾ ഒരേ പേരുള്ള ക്യാൻസർ ആണെങ്കിലും 2 മെഡിസിനെ നമുക്ക്, അപ്പോൾ റീപ്രൊഡ്യൂസിബിലിറ്റി അവർ പറയണ പോലെ കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല. 2 മെഡിസിൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരാൾക്ക് ഈ 2 പേരുള്ള ഒരാൾക്ക് കുറഞ്ഞില്ലെന്നും വരാം. അല്ലെങ്കിൽ 10 പേഷ്യൻ്റ് വരുമ്പോൾ ഈ 10 നമ്മൾ 7 പേരെ ക്യൂർ ചെയ്താൽ 3 പേർക്ക് നമ്മൾക്ക് കുറഞ്ഞില്ല എന്ന് വരാം. അപ്പൊ അവര് പറയുന്ന റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് ഈ വണ്ടിയുടെയൊക്കെ ഇപ്പൊ ഒരു പാർട്സിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചാൽ മതി. ഒരേ വണ്ടിയാണെങ്കിൽ ഒരേ മേക്കാണ്, എല്ലാം ഒരേ മേക്കായിരിക്കും ഒരു ബാനറിലുള്ള. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു കാര്യം ചെയ്യാം. മനുഷ്യൻ അങ്ങനെയല്ല, അച്ഛനും അമ്മയും വ്യത്യസ്തരാണ്, സംസ്കാരം വ്യത്യസ്തമാണ്, അവന്റെ സംസ്കാരം എന്ന് പറയുന്ന ഭക്ഷണ രീതി ഉൾപ്പെടെ വ്യത്യസ്തമാണ്, അവൻ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇവർ പറയുന്ന തരത്തിൽ ഒരു റീപ്രൊഡ്യൂസിബിലിറ്റി സാധ്യമല്ല. അപ്പോൾ അത് ഒരു പരിമിതി തന്നെയാണ്. അപ്പൊ ആ പരിമിതിയെ മറികടക്കാനായിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ പേഷ്യന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്രചരണങ്ങൾ നടത്തുക. അമിതമായ ആത്മവിശ്വാസങ്ങൾ, ഇത് നാളെ ഹോമിയോപ്പതി മാത്രമാകും എന്ന് പറയുന്നത് മൂലധന ശക്തികളെ കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. ശതകോടികൾ മുടക്കിയാണ് ഇവിടെ കേരളത്തിൽ പോലും ആശുപത്രികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഏറ്റെടുക്കുമ്പോൾ അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പോടുകൂടി തന്നെ ആയിരിക്കും അവർ എടുത്തിരിക്കുന്നത്. കാരണം അതിനുള്ള കൃത്യമായ മാനേജ്മെന്റ് വിദഗ്ധരും എല്ലാ രംഗത്തുമുള്ള വിദഗ്ധർ അവർക്കുണ്ട്. അവരത് കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആ മാർക്കറ്റിനെ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് ഒരു സ്വപ്ന ലോകത്തിരുന്നു കൊണ്ട് നമുക്ക് അതിനെ തകർക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു സരണി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ഇത്തരം, അതായത് ഈ
ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് അത് എങ്ങനെയാണ് ചികിത്സയിലൂടെ ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് കുറച്ചുകൂടി പിന്നെ പിന്നെ ഇത്തരം അതായത് ഈ ബഹിരാഷ്ട്ര കുത്തകളുടെ ഇത്തരം ഒരു കടന്നാക്രമണ സ്വഭാവമാണ് ചികിത്സയിൽ പോലും കാണുന്നത്. അതിനെ നമ്മൾ ആ സൗമ്യമായ രീതിയിൽ അതിനെ നേരിട്ടുകൊണ്ട് നമ്മുടെ രീതി തന്നെ സൗമ്യമാണ്. ആ സൗമ്യമായ രീതിയിൽ നേരിട്ടുകൊണ്ട് അതിന് ഉള്ള പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് ഇപ്പം എൻ്റെ പരിമിതി കൊണ്ട് എനിക്കത് പറ്റുന്നില്ല. അപ്പം പരിഹാരങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരം പരിഹാരങ്ങളുടെ ആ ഒരു പൊതു സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം. അതായത് ഒരു ആക്രമണം വേണ്ടെന്നല്ല. ഞാൻ ശരിക്കും ഒരു സമയത്ത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരൊറ്റ പോസ്റ്റിനും പ്രതികരിക്കാറില്ല. ശരിക്കും ഒരു സമയത്ത് പ്രതികരിക്കുമായിരുന്നു. ഇനി ഇതിന്റെ സയന്റിഫിസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് HIV വൈറസ് കണ്ടുപിടിച്ച ലൂക്ക് മോണ്ടിഗ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. ഹോമിയോപ്പതി വളരെ സയന്റിഫിക് ആണെന്നും ഹോമിയോപ്പതി മെഡിസിനിൽ പൊട്ടൻറ്റൈസേഷൻ നടക്കുമ്പോൾ അതിൽ ഈ ഇത്തരം സ്ട്രക്ചറിന് ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഔഷധ ഗുണം അതിൽ നിലനിൽക്കുന്നു എന്നുള്ള പഠന റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ നോബൽ സമ്മാന ജേതാക്കളുടെ ഒരു വേദിയിൽ ഇദ്ദേഹത്തിന് ഉൾപ്പെടെ സ്വീകരണം നൽകുന്ന ഒരു വേദിയിൽ ഇദ്ദേഹം ഇത് അവതരിപ്പിച്ചപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുകയാണ് പലരും ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിന് എഴുതിയ ഒരു മറുപടി ഇപ്പൊ ഇവിടെയൊക്കെ സൈബർ ആക്രമണം നമ്മൾ പറയണത് എന്ത് നിസ്സാര, ഇയാളുടെ അമ്മയാണോ ഇത് പരിശോധിച്ചതെന്നാണ് മറ്റൊരു നോബൽ, ഇത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. മറ്റൊരു നോബൽ ലോറേറ്റ് ചോദിച്ചത് ഇത് ഇയാളുടെ അമ്മയാണോ പരിശോധിച്ചതെന്ന്. അത്ര വികൃതമായ രീതിയിലാണ് അവരുടെ സമീപനം. ഒരു നോബൽ സമ്മാന ഒരു HIV വൈറസിനെ കണ്ടുപിടിക്കുക, വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മതലത്തിലുള്ളതാണ്. ഈ സൂക്ഷ്മതലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്ന ഒരാൾക്കും ഹോമിയോപ്പതിയുടെ സൂക്ഷ്മതലങ്ങളിലേക്കും ഇറങ്ങാനുള്ള ഇതുണ്ട്. എന്നിട്ട് അയാൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. പിന്നെ എൻ്റെ മോൻ പറഞ്ഞ പോലെ നമ്മൾ സയന്റിസ്റ്റുകളല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് പരിമിതിയുണ്ട്. ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ ഇതൊരു പരിമിതി നമ്മൾക്കുണ്ട്. നമ്മൾ സയന്റിസ്റ്റുകളല്ല. അപ്പോൾ അത് സയന്റിസ്റ്റുകൾ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യട്ടെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അസുഖം കുറയ്ക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഇതിൻ്റെ സയൻസ് വിശദീകരിക്കാൻ പറ്റത്തില്ല. മറ്റൊരു ഗ്രൂപ്പിൽ വന്ന ഒരു കാര്യം കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയാം. ഇത് അതായത് അവർ പല മെഡിസിനിലും ലേബലിൽ എഴുതി വയ്ക്കും ഇത് ലിവറിനും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അപകടമാണെന്ന് എഴുതി വയ്ക്കും. അപ്പോൾ അതുപോലെ നമുക്കും ഇനി വേണമെങ്കിൽ നമ്മുടെ ഇതിൽ എഴുതിയിരിക്കാം ഇത് പൂർണ്ണമായി നിലവിൽ നിൽക്കുന്ന ശാസ്ത്രീയ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ ഇത് രോഗികൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കഴിക്കുക. എന്നിട്ട് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത്തരത്തിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു പരസ്യം നമ്മുടെ മനസ്സിൽ ഇതിന് കൊടുക്കാം. ഇത് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് മാത്രമല്ല രോഗികൾക്ക് സുഖം പ്രദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന ഈ പറയുന്ന ലീനിയർ സയൻസിന്റെ അതിൽ ഇതിനെ പൂർണ്ണമായിട്ട് നിലവിൽ തെളിയിച്ചിട്ടില്ല നമുക്ക് പറയാം. അത് നമ്മൾ പറയുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പറയാം. അങ്ങനെ ഇവരെത്ര കാര്യങ്ങൾ ഇവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണല്ലോ പല മരുന്നുകളും പിന്നീട് അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്നും മനസ്സിലാക്കിയത്. ലോക മെഡിസിൻ്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇവർ വർഷങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമാണ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ഫാർമക്കോ ഡൈനാമിക്സ് എന്താണെന്ന് പോലും അവർ കണ്ടെത്തിയത്. അപ്പം അത്തരത്തിൽ നമ്മൾക്കും വേണേൽ പറയാം ഇത് നിങ്ങൾക്ക് ഇത് സുഖം പ്രദാനം ചെയ്യും. പിന്നെ നിങ്ങൾക്ക് സയന്റിഫിസിറ്റി വേണമെങ്കിൽ അതിന് സമയമെടുക്കും. മാത്രമല്ല അത് ഞങ്ങളുടെ ജോലിയല്ല. ഞാൻ പല ഇതിനടുത്ത് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പൈലറ്റിന് വിമാനം കൃത്യമായിട്ട് അപകടമില്ലാതെ ഓടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് എന്ന് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനക്ഷമതയെ വിശദീകരിക്കേണ്ടത് ഒരിക്കലും ഒരു പൈലറ്റിന് അതുകൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. ആ കഴിവും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. പക്ഷെ അത് നമ്മൾക്ക് ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സയൻസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതിന് പരിമിതിയുണ്ട്. ഇനി ഇദ്ദേഹം ഈ പറഞ്ഞ നോബൽ 2022 മരിച്ചുപോയി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന റസ്തം റോയിയെപ്പോലുള്ള അദ്ദേഹം നമ്മുടെ ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇതിൽ സയൻസിന്റെ സൊസൈറ്റിയിൽ, ഇന്റർനാഷണൽ സൊസൈറ്റിയിൽ ഫെലോഷിപ്പ് ഒക്കെ ഉള്ള ആളാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹവും ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
അതെ, ഈ മെഡിസിന്റെ സാധ്യതയെക്കുറിച്ചുള്ള വളരെ വിശാലമായ കണ്ടെത്തലുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പ്രതീക്ഷ അവസാനിക്കുന്നില്ല. നമ്മുടെ പ്രതീക്ഷകൾ കാരണം ഇത്തരം പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്തെ പലയിടത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ തോതിലേ വരുന്നുള്ളൂ. അതിന്റെ കാരണം മറ്റവരെ പോലെ ഫണ്ടിങ് ചെയ്യാൻ ആളില്ല. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നോബൽ ലോറേറ്റ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും ചൈനയിലേക്ക് പോയി. കാരണം ഇവിടെ ഒരു ഫണ്ടിങ് കൊടുക്കത്തില്ല ഇയാൾക്ക്. ഇത് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ തുടരാൻ വേണ്ടി, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുത്തെ അദ്ദേഹത്തിന് ജനിച്ചു വളർന്ന സ്ഥലത്തോ മറ്റ് യൂണിവേഴ്സിറ്റികളോ ഒരു നോബൽ സമ്മാന ജേതാവായിട്ട് പോലും ഫണ്ടിങ് കൊടുക്കാത്തൊരവസ്ഥയിൽ അദ്ദേഹം നാട് വിട്ട് അദ്ദേഹത്തിന് ചൈനയിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതായത് ഇതിന് ഫണ്ടിങ് ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ സയൻസിനോട് താല്പര്യമുള്ള പലർക്കും ഇതിലേക്ക് ഇറങ്ങണമെന്നുണ്ടാവും. പക്ഷെ ഫണ്ടിങ് മൊത്തം ഇവരാണല്ലോ നടത്തണം. അപ്പൊ അവരുടെ ഫണ്ടിങ് ഒരിക്കലും നമ്മൾക്ക് അനുകൂലമായിട്ട് വരത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് നമ്മുടെ ഈ സാധ്യതകളിൽ നിന്നുകൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലൊരു ലളിതമായ ശാസ്ത്രമായതുകൊണ്ട് നമുക്ക് ലളിതമായ സമരമുറകളും ലളിതമായ പ്രതികരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വളരെ തീവ്രമായി പ്രതികരിച്ചിരുന്ന ഒരാളാണെന്ന് ഞാൻ, പക്ഷെ ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് എനിക്കിതാണ് പറയാനുള്ളത്. പ്രതീക്ഷകൾ ഡോക്ടറെ അവസാനിക്കുന്നില്ല. ഡോക്ടറെ ഇനി ഞാനൊരു ആർക്കെങ്കിലും കാര്യം പറയുന്നത്, നമുക്ക് ലീഗൽ സെല്ലൊന്നും ഇല്ല, അവർക്ക് ലീഗൽ സെല്ല് വരെ ഉണ്ട്. അവരെന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് സൈബർ ആക്രമണം ഹോമിയോപ്പതിക്കെതിരെ നടത്തുന്നത് പറഞ്ഞാൽ അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ലീഗലി പോലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. നമ്മളാരെങ്കിലും ഒരു ലീഗലി കോടതിയിൽ ഒരു കേസ് പോയാൽ ആ പോണ ആൾ മാത്രമേ കാണൂ, വേറെ ആരും കാണത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അതാണ് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. IMAയുടെ ഓഫീസിലൊക്കെ പോയി നോക്കണം. IMAയുടെ ഓഫീസിൽ ഇല്ലാത്ത ഫെസിലിറ്റികളൊന്നും ഇല്ല. അപ്പം ലീഗൽ സെല്ല് വരെ അവർക്കുണ്ട്. വക്കീലന്മാരെയൊന്നും അവർ കാശ് കൊടുത്ത് വെക്കണ്ട, അതൊക്കെ അവർ ചെയ്തോളും. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്, ആ സംവിധാനത്തിനെയാണ് നമ്മൾ എതിർക്കാൻ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് പറ്റിയ പണി ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഡോക്ടേഴ്സ് എതിർക്കാതെ നമ്മുടെ മരുന്ന് കഴിക്കുന്ന ബെനിഫിഷ്യറീസ് രോഗികളെ കൊണ്ട്, പബ്ലിക്കാണത്, അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. അത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും അങ്ങനെ റിയാക്ട് ചെയ്ത് അപ്പൊ അവർക്ക് പറയാം, നമുക്ക് ഒരു പേപ്പർ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നത് ശരിയല്ല. അവർ പറയാം ഞങ്ങൾ അലോപ്പതി കഴിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയത്, അതിനുശേഷം ഞങ്ങളെ ഫാമിലി മൊത്തം ഹോമിയോ ആണ് കഴിക്കുന്നത് എന്നൊക്കെ എന്റെ പേഷ്യന്റിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പോയാൽ ഒരു പരിധി വരെ നമുക്ക്, എങ്കിലും വലിയ ഇതുണ്ടായില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ല നമ്മൾ റിയാക്ട് ചെയ്തിട്ട് വലിയ ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ എല്ലാ ഡോക്ടേഴ്സും, ഈ രോഗികളിൽ കഴിവുള്ളവരുണ്ട് ഇതിനൊക്കെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന, അവരെ കൊണ്ട് ഇങ്ങനെയുള്ളത് ചെയ്യിപ്പിക്കുക. അത്രയും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. അത് നല്ലൊരു ഇതായിരിക്കും. അതാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏറ്റവും ഇത് ചെയ്യാൻ പറ്റുന്ന അവസരം. ആ രീതിയിൽ എല്ലാ ഡോക്ടേഴ്സും ഒന്ന് ശ്രമിച്ചാൽ കൊള്ളാം. നന്ദി ഷഫീഖ് ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുണ്ടോ? എബ്രഹാം വൈദ്യൻ ഡോക്ടർ. ദേവൻ ഡോക്ടർ പറഞ്ഞതില് ലുക്ക് മെൻഡറിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഒരു ഇന്ത്യൻ സയന്റിസ്റ്റിനെ പറ്റി പറഞ്ഞു. ആ പേര് ക്ലിയർ ആയിട്ട് കേട്ടില്ല, ഒന്നും കൂടെ പറയാൻ ഉപകാരമായിരുന്നു. റസ്തം റോയ്, അദ്ദേഹം ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺ അല്ല. അദ്ദേഹത്തിന്റെ റിസർച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് USA-ലാണെന്നാണ് ഡോക്ടർ റസ്തം RUSTOM റസ്തം റോയ്. ആ ശരി, ഓക്കെ, താങ്ക് യു. ഞാൻ അദ്ദേഹത്തിന്റെ ലിങ്ക് വേണേ അയച്ചു തരാം. ലിങ്ക് ഓക്കെ. പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഡോക്ടറെ. നമുക്ക് വളരെ സാധ്യതയുള്ള പഠനങ്ങളാണ്. അതൊരു വളരെയധികം സാധ്യതകൾ നമ്മൾക്ക് ഉള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ശരി, ഓക്കെ. ഡോക്ടർ. നമ്മളിപ്പോ വ്യത്യസ്തമായ പ്രസന്റേഷനുകൾ, കാരണം ചർച്ച എന്ന് പറഞ്ഞാൽ അതാണ്, പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യത്യസ്ത ആശയങ്ങൾ പറയുകയും എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കുകയും ചെയ്യണം. അത് എന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ വ്യത്യസ്ത ആശയങ്ങളും നിലപാടുകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. പക്ഷെ നമ്മുടെ എല്ലാം പ്രാഥമിക ലക്ഷ്യം ഹോമിയോപ്പതിയെ നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലെ, അത് ഇപ്പോൾ തന്നെ
നമ്മളുടെ ഇന്നലത്തെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അതായത് ഫാർമക്കോ വിജിലൻസ്. ഇത് ഹോമിയോപ്പതിക്ക് എങ്ങനെ അവസാനത്തെ ആണി അടിക്കാം എന്നതിൻ്റെ ഒരു രീതിയിലാണ് അതിൻ്റെ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഇതിപ്പോ നമ്മളുടെ ഭാഗത്ത് തന്നെ വരികയാണ്, ഹോമിയോപ്പതിയിലെ മരുന്നുകൾക്കും ദോഷങ്ങളുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ അപൗരുഷങ്ങളിലൊന്നും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പെർമനന്റ് ക്യൂർ എന്താണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ പെർമനന്റ് ക്യൂർ ചെയ്തു കഴിഞ്ഞാൽ പെർമനന്റ് ക്യൂർ എന്ന് അവകാശപ്പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ആ ആ ആ ഫിലോസഫി തന്നെ തെറ്റല്ലേ? അപ്പം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ ആസൂത്രിതമായ ഹോമിയോപ്പതിക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഹോമിയോപ്പതിയെ കൂടുതൽ ശുദ്ധീകരിക്കാനും നന്നാക്കാനുമാണെന്നാണ്. സംഭവം അതല്ല. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി നിഗൂഢ ആ, കാര്യങ്ങളുണ്ട്, ഒത്തിരി താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആരെങ്കിലും ഒരു രോഗം ക്യൂറായെന്ന് പറയുമ്പോൾ ഉടനെ നമുക്കെതിരെ കേസ് കൊടുക്കാനും ഒക്കെ ആൾക്കാർ ഒരു പണ്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ ഒരു കേസ്, ഒരു രോഗി തന്നെ വീഡിയോ ഇറക്കി, അയാൾക്ക് ബ്ലാക്ക് ഫംഗസ് വന്നിട്ട് ഹോമിയോ മരുന്ന് കൊണ്ട് മാറി എന്നും പറഞ്ഞു. ഉടനെ ഈ തൽപര കക്ഷികൾ അത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ കണ്ടിട്ട് അപ്പം തന്നെ പരാതിയായിട്ട് വരികയാണ് ഡോക്ടർക്കെതിരെ. അപ്പം അവർക്ക് എന്തും ഞങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം, നിപ്പ ഞങ്ങൾ ഒരാളെ മരിക്കാതെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ക്യൂറാക്കി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു. എന്നാൽ അതിനുശേഷം കുറേ മരണങ്ങളുണ്ടായി. അവർക്ക് അവകാശപ്പെടാം, പക്ഷെ നമുക്ക് പറഞ്ഞുകൂടാ. ഇത് ഒരു ചിറ്റമ്മ നയമല്ലേ, അല്ലെ രണ്ടാം കിട നയമല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് എതിർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കെതിരായിട്ടുള്ള ആക്രമണം ഈ പറയുന്ന ആൾക്കാർ പറയുമ്പോൾ അത് ഏറ്റു പറയാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒത്തിരി ആൾക്കാർ ശിങ്കിടികളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടെ രോഗികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്കൊരു സമ്മാനം കിട്ടിയ, അല്ലെ ഒരു അംഗീകാരം കിട്ടിയ വേളയിൽ അവിടെ വന്ന MLA പോലും പറയുകയുണ്ടായി, ഹോമിയോപ്പതിയുടെ ഗുണം ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ പേരിലോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി ആൾക്കാർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടും. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒരു രോഗിക്ക് പോലും ഇന്ന് വരെ ഒരു ഈ മരുന്ന് കഴിച്ചതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാർ അത് പറയുന്ന കേട്ട് കേട്ട് ഇത് മാറ്റി പറയിക്കണം. അതാണ് അവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് എവിടെ ഒരവസരം വന്നാലും ഹോമിയോപ്പതിയെ അവർ വിമർശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും നമ്മുടെ പേഷ്യൻസിന്, നമ്മുടെ IFBHന്റെ വേദി തന്നെ അതിനു വേണ്ടിയാണ്. കാരണം ഹോമിയോപ്പതി ഡോക്ടർമാരും സ്നേഹികളും ഉൾപ്പെടുന്ന ഒരു വേദിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നേഹികൾ ഇവിടെ വരുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയണം. അവരെ പറയിക്കാൻ വേണ്ടി പണ്ട് നമ്മുടെ ഞായറാഴ്ചകളിലൊക്കെ ഒരു സെഷൻ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് നമുക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഡോക്ടർമാർ നിങ്ങളുടെ രോഗികളെ ഈ വേദിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് പറയുകയും അത് ചെറിയ ചെറിയ വീഡിയോസ് ആക്കി ഇറക്കി പബ്ലിക്കിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഇപ്പോഴത്തെ റീലുകളാക്കി നമുക്ക് ഇറക്കണം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾക്ക് ആയിട്ട് അത് മാറും. അപ്പൊ അതുകൊണ്ട് അതിനായിട്ടുള്ളൊരു കൂട്ടായ പരിശ്രമം കൂടി വേണം. പിന്നെ ഇതുപോലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ എല്ലാവരും നമ്മളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് തന്നെ പറയണം. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഏതാണ് നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറുന്നത്, എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും, അതിനുള്ള വഴിയൊരുക്കാൻ പറ്റും, അതിന് കൂട്ടായിട്ടുള്ള ശ്രമം നടത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോ നമുക്കൊന്ന് കൂടുതൽ പേരിൽ എത്തിക്കണം. കാരണം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു കാരണവശാലും പബ്ലിക്കിൻ്റെ ഇടയിൽ ചെല്ലാതിരിക്കുകയാണ് നല്ലത്. കാരണം അതിനകത്തൊക്കെ ഇങ്ങനെയുള്ള ചില കമന്റുകളുണ്ട്. ആ കമന്റുകളൊക്കെ ഹോമിയോപ്പതിക്ക് ഗുണമായ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണെന്ന് തോന്നിയാൽ പോലും കുറെ പേർക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നത്. ആ ജോലി ഭൂരിഭാഗം ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ദോഷമായിട്ട് വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൂട്ടായിട്ട് എതിർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾക്കെതിരായിട്ട് മെമ്മോറാണ്ടം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹോമിയോപ്പതിയിൽ ക്യൂർ ഇല്ല എന്ന് പറയും. നമുക്കൊരു ഇൻഡാസ് വന്നിട്ടുണ്ടല്ലോ, കേന്ദ്ര ആയുഷ് മിനിസ്ട്രിയിൽ നിന്ന് പേപ്പർ വന്ന് അത് നമ്മുടെ ഹോമിയോപ്പതി കൗൺസിൽ എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് കഴിഞ്ഞ്
പക്ഷെ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ടുകൂടാ? അങ്ങനെ പറയാൻ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർഗനോൺ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റി എഴുതാൻ ഈ ഈ പറഞ്ഞ തലപ്പത്തിരിക്കുന്നവർ തയ്യാറാണോ? അപ്പൊ അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് WHO ആണെന്നാണ് പറയുന്നത്. അപ്പൊ WHO പറയുന്നതനുസരിച്ച് ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ ആയുഷിനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഡോക്ടറെ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഹോമിയോപ്പതിക്കാരെ കൊണ്ട് തന്നെ ഹോമിയോപ്പതിയെ ഇല്ലാതാക്കാനുള്ള ബുദ്ധിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അത് WHO അതായത് ഹോമിയോപ്പതിക്കാരെ കൊണ്ട് തന്നെ കാരണം ഹോമിയോപ്പതിക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവര് പറയുന്നത് ഹോമിയോപ്പതിക്ക് എതിരായിട്ട് വരും. കാരണം ഇപ്പൊ നമുക്ക് കോവിഡ് സമയത്ത് തന്നെ നമ്മള് മരുന്ന് കൊടുത്തതിന് പ്രിവെന്റീവ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് DMOയും DYSP ആയിട്ട് അന്ന് പല ക്ലിനിക്കുകൾ അടപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു മുൻകൂട്ടിയുള്ള കരുത്. അത് ഇപ്പോഴത്തെ പുതിയ ഇതിപ്പോ ഈ ഹെൽത്ത് സെക്രട്ടറിയെയും ഇവരെയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതും ആയുഷ് സെക്രട്ടറിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ ഹോമിയോപ്പതിയെ അതിന് നമ്മുടെ തലപ്പത്തിരിക്കുന്ന ഡയറക്ടർ മുതൽ താഴോട്ടുള്ള എല്ലാവർക്കും അവർ ഡയറക്ഷൻ കൊടുത്ത് അവർ പറയണ അനുസരിച്ച് ചെയ്യണം. അപ്പൊ അവരെ കൊണ്ട് തന്നെ, അതായത് ഹോമിയോപ്പതിയുടെ ആൾക്കാരെ കൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിനെ കടിഞ്ഞാണിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് WHO മുതൽ താഴോട്ട് കാണും. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് താഴേന്ന് മേലോട്ട് അതുപോലെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതെ താഴെ അതെ മുതൽ നമുക്ക് മെമ്മോറാണ്ടം മുതൽ ഈവൻ പ്രത്യക്ഷ സമരം വരെ നമുക്ക് നടത്തേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട കുറച്ച് പേരേ ഉള്ളൂ എന്ന് വിചാരിച്ച് മാറുന്നതിൽ യാതൊരു കാര്യവുമില്ല. നമ്മൾ അല്ല ആത്മാർത്ഥമായിട്ട് ഡോക്ടറെ, പോയാൽ ഇന്നലെ ക്ലാസ് എടുത്തപ്പോ ആ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഹോമിയോപ്പതിയിൽ ഇന്ന കാര്യങ്ങളൊന്നും പറയാൻ അവകാശപ്പെടാൻ പാടില്ല, അസുഖം അല്ലല്ല കുറയ്ക്കാമെന്നൊന്നും അവകാശപ്പെടാൻ പാടില്ല. അലോപ്പതിയിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എത്ര പേര് അതിനെ അനുകൂലിക്കും? ഇപ്പൊ അല്ല ഞാൻ കേട്ടെ, ഈ കോവിഡ് സമയത്ത് തന്നെ ഹൈഡ്രോക്സി ക്ലോറോക്കിനും പലതും കൊടുത്ത് ആളുകളെ ഇത് ചെയ്തിട്ട് എന്ത് ബേസിലാണ് അവർ കൊടുത്തത്? അതേസമയം നമ്മുടെ സെൻട്രൽ കൗൺസിൽ റിസർച്ച് ഹോമിയോപ്പതിയിൽ ഇത് നടത്തി കണ്ടുപിടിച്ച് ആഴ്സണിക് ആൽബ് കൊടുക്കാൻ ഇവിടെ സമ്മതിക്കുന്നില്ല. അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം. അപ്പൊ ഇതിൽ അതെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെ തലപ്പത്തിരിക്കണവരെ അവര് കൺട്രോൾ ചെയ്ത് ഹോമിയോപ്പതിക്കാരെ കൊണ്ട് തന്നെ ഹോമിയോപ്പതി ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഈ തലപ്പത്തിരിക്കുന്നവർക്ക് അവയർനെസ് കൊടുക്കേണ്ടിയിരിക്കുകയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണുന്നതും നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ മെമ്മോറാണ്ടം പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ഞാനിപ്പോൾ അത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് എല്ലാവരുമായിട്ട് ആ ഡ്രാഫ്റ്റ് വെച്ചുകൊണ്ട് കുറെ കൂടി ഈ ദേവൻ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ പേപ്പർ, അതനുസരിച്ച് എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് കൂട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇല്ല, എന്റെ ശ്രദ്ധയിൽ വന്നില്ല. ഞാനത് ഞാൻ കേൾക്കാം ക്ലാസ്. അത് വളരെ ശ്രദ്ധയിൽപ്പെടണം. ഇന്നലത്തെ വീഡിയോ ഞാൻ ഒന്ന് കേൾക്കണം ഡോക്ടർ. കേട്ട് ആ കഴിയുമ്പോൾ കേൾക്കാം ഞാൻ കേൾക്കാം. ഡോക്ടർ ധമനികളിലൂടെ രക്തം തിളച്ചു കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കേൾക്കാം, എന്തായാലും കേൾക്കാം. എന്തായാലും ഇന്നത്തെ ചർച്ച വളരെയധികം നല്ല രീതിയിലാണ് പോകുന്നത്. ശരിക്കും നമുക്ക് സമയമായതുകൊണ്ട് ഇടപെടുകയാണ്. ഇനിയും ഇതിൽ അഭിപ്രായം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ് അതിനും കൂടെ തരികയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബിനോയ് ഡോക്ടർ, ഞാൻ ഈ ചർച്ച കേൾക്കുകയായിരുന്നു. നമ്മളെ ഹോമിയോപ്പതിക്കാർ അതേപോലെ ആയുഷ് ക്ലിനിക്കുകളെല്ലാം വി ആർ അപ്പ് അഗെയിൻസ്റ്റ് എ വാൾ. ഇവർ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഡോളറാണ് അല്ലെങ്കിൽ ഈ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ദേവൻ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ പ്രോഫിറ്റിലേക്ക് എപ്പോഴും വേറൊരു ചികിത്സാ ശാഖ കടന്നു കയറുന്നവർക്ക് മനസ്സിലാവുന്നു, ദേ വിൽ അറ്റാക്ക് ഓൺ ഓൾ ഫ്രണ്ട്സ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആയുഷിൻ്റെ അതേപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് അവരുടെ നോമിനീസാണ് വരുന്നത്. കാരണം എന്താണ്? അവരതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനും അതുപോലെ ഓർഗനൈസേഷനെല്ലാം അവർ കാശ് കൊടുക്കുന്നുണ്ട്. കാരണം അവരൊരു മെഡിസിൻ അല്ലെങ്കിൽ അവരൊരു പ്രൊസീജിയറിന് അത്രയും എക്സ്പെൻസീവാണ്. അവരത്രയും വെൽ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഫിനാൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഓരോ ഹോസ്പിറ്റലുകളിൽ അവർ വാങ്ങുന്നത് ആയിരക്കണക്കിന് കോടി രൂപ. എന്താണ് നോക്കുന്നത്? അതിനുള്ള പ്രോഫിറ്റ് അവർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹെൽത്ത്
നമ്മുടെ ഒരു ഹെൽത്ത് ബില്ല് പാസ്സാക്കിയിട്ടുണ്ടല്ലോ. അത് അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. കാരണം ആ ഹെൽത്ത് ബിൽ ബേസ് ചെയ്തുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ രോഗികളാവുന്നു, അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഈ വെസ്റ്റേൺ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അവർ 10,000 കോടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർ 1,00,000 കോടിയുടെ റവന്യൂ കണ്ടിട്ടുണ്ട്. ആ റവന്യൂ ഇവിടെ കിട്ടുന്നത് നമ്മുടെ ഇവിടെ സാധാരണക്കാരൻ്റെ ഓർഗൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വീട് വിപ്പിക്കുന്നു. ഈ ഇൻഷുറൻസ് കമ്പനികളും എല്ലാം ഒന്നിച്ചാണ് വരുന്നത്. അവരെല്ലാത്തിനും ബൈഅപ്പ് ചെയ്യും. ഇവിടുത്തെ ചെറിയ ചെറിയ ഇൻഷുറൻസ് കമ്പനികളെ അവർ ബൈഅപ്പ് ചെയ്യും. അത് നമ്മുടെ വീടും കുടുംബം അവർ എഴുതി വാങ്ങിക്കും. അതാണ് അവരുടെ പ്ലാൻ. അതിന് ഇടയ്ക്ക് നമ്മൾ ഈ നോയ്സ് ഉണ്ടാക്കുമ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഈ എന്താണ് ഒരു ചൊല്ലുണ്ടല്ലോ, ആദ്യം അഡ്വൈസ് ചെയ്യും, പിന്നെ അവർ നമ്മളവർ കൈകാര്യം ചെയ്യും. ശരിക്കും ഈ അമേരിക്കയിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ്. അവരുടെ വഴിക്ക് വരാത്ത ആൾക്കാരെ അവർ ഇല്ലാതെയാക്കും. ശരിക്കും ലിറ്ററലി അത് ചെയ്യുമ്പോൾ അതേ ലെവലാണ്. ദേ ആർ തഗ്സ്. അതിനുള്ള ഓർഗനൈസ്ഡ് ക്രിമിനൽസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഗ്രീഡാണ് അവരെ റൂൾ ചെയ്യുന്നത്. അപ്പം അതേപോലെയുള്ള കോർപ്പറേഷൻസ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോക്കൽ ആൾക്കാരെയൊക്കെ അവർ ഈ റൂളൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്, ഈ ലോക്കലി ഉള്ള ഈ ഇതെല്ലാം അവർ വിഴുങ്ങിയിട്ട് നമ്മുടെ പബ്ലിക് ഫിഗേഴ്സിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തത്. ടോട്ടലി ഇൻഫ്ലുവൻസ്ഡ് ആണല്ലോ. അതുകൊണ്ടാണ് ഈ എല്ലാ ഏരിയയിലും അവർ നോമിനീസ് വെച്ചിട്ടുള്ളത്. അവരാണ് റൂൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ആയുഷിൽ വന്നതൊക്കെ കറക്റ്റായുള്ള കാര്യം പറഞ്ഞത്. അവരുടെ ആൾക്കാരാണ് തലപ്പത്ത് വന്നേക്കണത്. അതുകൊണ്ടാണ് ഈ ഇൻഡാസ് ഇറക്കിയേക്കണത്. അതിന് നമുക്ക് ചെയ്യേണ്ടത് റിപ്ലൈ കൊടുക്കുമ്പോൾ കറക്റ്റ് ഒഫൻസീവായിട്ട് നമ്മളാണ് റൈറ്റ് എന്നുള്ള രീതിയിൽ ഒഫൻസീവായിട്ടുള്ള റിപ്ലൈ ആണ് കൊടുക്കേണ്ടത്. എന്നാലെങ്കിലും നമുക്കൊരു സ്റ്റാർ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നും ഇതിന് ഡേ ടു ഡേ ഉള്ള പ്രോഗ്രസ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നും നമ്മളാണ് റൈറ്റ് എന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള സെമിനാറുകൾ അതുപോലുള്ള കാര്യങ്ങൾ പബ്ലിക് അവയർനെസ്സിന് വേണ്ടി ചെയ്യുകയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുക ആണ് ഇതിന് ഒരു സൊല്യൂഷനാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. നന്ദി ബിനോയ് ഡോക്ടറെ. എന്തായാലും ബിനോയ് ഡോക്ടർ അവസാനം നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ചർച്ചയിലും കൂടുതലായിട്ടും ഈ ദേവൻ ഡോക്ടറും ബിനോയ് ഡോക്ടറും ഒക്കെ പറഞ്ഞതുപോലെ സാമ്പത്തിക അടിത്തറ, മൂലധന ശക്തികളാണ് ഇതിൽ പുറകിലുള്ളത്. അതുപോലെ തന്നെ അവർക്കുള്ള നിരാശ, പിന്നെ സയന്റിഫിസിറ്റിയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, പിന്നെ പ്രതികരിക്കേണ്ടത് യുവാക്കളാണ്. പക്ഷെ അതിന് പ്രതികരിക്കാൻ അവർ ഇറങ്ങുന്നില്ല. അധ്യാപകർ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങളും, അതുപോലെ മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ റിസർച്ച് വർക്കുകൾ പലതും നടക്കുന്നുണ്ടെങ്കിലും അതാരും തന്നെ അറിയുന്നില്ല, അതിനുവേണ്ടി മെനക്കെടുന്നില്ല. പിന്നെ നമ്മളുടെ ഒരു തണുത്ത സമീപനങ്ങളും മലയാളികളുടെ ഒരു സ്വഭാവമാണെന്നും പല സംഘടനകളായി ഹോമിയോപ്പതിക്കാർ നിൽക്കുന്നതും അതുപോലെ തന്നെ IFH ഇതിനൊരു പ്രതികരണം നടത്തണമെന്നും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നൽകി എബ്രഹാം ഡോക്ടർ, ഭദ്രൻ ഡോക്ടർ, ഷഫീഖ് ഡോക്ടർ, അതുപോലെ ചന്ദ്രമോഹൻ ഡോക്ടർ എല്ലാവരും തന്നെ ഇതിന് അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂടുതലും നമുക്ക് രോഗികളെ ബോധവൽക്കരണം ചെയ്ത് രോഗികളിൽ കൂടെ ഇതിന് പ്രതികരിക്കണം എന്നുള്ള അഭിപ്രായമാണ് കൂടുതലും വന്നിരിക്കുന്നത്. പരിഹാര മാർഗത്തിൽ ദേവൻ ഡോക്ടർ പറഞ്ഞ പോലെ ജനങ്ങളുടെ പിന്തുണ നേടിക്കൊണ്ട് കുറച്ചുകൂടി ബഹുരാഷ്ട്ര കുത്തകയുടെ കടന്നുകയറ്റത്തെ സൗമ്യമായി നേരിടുന്നതാണ് ഒരു പരിഹാരമെന്നും ലളിതമായ ശാസ്ത്രം ആയതുകൊണ്ട് ലളിതമായ മാർഗത്തിലൂടെ ഇതിനെ എതിർക്കണമെന്നും ഉള്ള നിർദ്ദേശങ്ങൾ വന്നു. ഷഫി ഡോക്ടറും ചന്ദ്രമോഹൻ ഡോക്ടറും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഡോക്ടർമാരെ തന്നെ എതിർക്കാതെ രോഗികളെ കൊണ്ട് ഇതിനെ പ്രതികരിപ്പിക്കുക, അങ്ങനെയുള്ള വിവിധമായ ധനേഷ് ഡോക്ടർ ഇന്നലത്തെ ഫാർമോക്ക് വിജിലൻസിനെ കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചു. പിന്നെ ഹോമിയോപ്പതിക്കാരെ കൊണ്ട് ഹോമിയോപ്പതിക്കാരെ തന്നെ നശിപ്പിക്കാനുള്ള നടപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം വന്നു. അതുപോലെ നമ്മുടെ വീടും കുടുംബവും എഴുതി നമ്മുടെ ഓർഗൻസ് എല്ലാം നഷ്ടപ്പെടുത്തി അങ്ങനെ കോർപ്പറേറ്റുകൾ ലാഭം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ നടത്തി വരുന്നതെന്നുള്ള അഭിപ്രായങ്ങൾ എല്ലാം ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നു. ഏതായാലും ഇത്രയും നല്ല ഒരു ചർച്ച നടത്തുന്നതിനും അഭിപ്രായങ്ങൾ പറയുന്നതിനും സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ 2167 പ്രതിദിന സൂം വെബിനാറിൽ നടന്ന ഈ ചർച്ച വിജയകരമായി അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തവരെയും ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം. നമസ്കാരം.